Hello designers, welcome back to uxuimania. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഡിയോട്ടോൺ ഇമേജുകളെ കുറിച്ചാണ്. ഡിയോട്ടോൺ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് കളറുകൾ ചേർന്നിട്ടുള്ള ഇമേജുകൾ അല്ലേ. ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കളേഴ്സുകൾ കൊണ്ട് കളിക്കുന്നവരാണ്, ഒരുപാട് ഫോട്ടോഗ്രാഫ്സുകൾ കൊണ്ട് കളിക്കുന്നവരാണ്. നമ്മൾ ഒരുപാട് കളേഴ്സുകൾ ഇങ്ങനെ മൾട്ടി ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക കോർപ്പറേറ്റ് ഡിസൈനുകളിൽ നമുക്ക് ഡിയോട്ടോൺ ഇമേജസുകൾ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരുപാട് കളറുകളായിട്ടുള്ള, ഒരുപാട് മൾട്ടി കളർ അല്ലാത്ത ചില ടോണുകൾ. അപ്പോൾ സിംഗിൾ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലുള്ള മോണോ കളറുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചില പ്രത്യേക സ്റ്റാൻഡേർഡ് പർപ്പസുകളിൽ നമുക്ക് മോണോടോൺ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കോർപ്പറേറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസുകളൊക്കെ ചെയ്യാൻ ടൈമിൽ നമ്മൾ ഡിയോട്ടോണിന് വേണ്ടിയിട്ട് ഇമേജ് എടുത്ത് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് ഡിയോട്ടോൺ ക്രിയേറ്റ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഡിയോട്ടോൺ രണ്ട് കളറുകൾ വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇമേജിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അൺസ്പ്ലാഷ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രീ ആയിട്ട് ഇമേജസുകൾ ഡൗൺലോഡ് ചെയ്യുന്ന unsplash.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, ഡിസൈനേഴ്സിനെല്ലാം. കാരണം unsplash.com ആണ് ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രീ ആയിട്ടുള്ള ഇമേജസുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ unsplash.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഫോട്ടോസുകളെ ഡയറക്റ്റ് നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കളറുകൾ എന്ന് വെച്ചാൽ ഡിയോട്ടോൺ കളറിലേക്ക് മാറ്റി വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ വെബ്സൈറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, duotone.shapefactory.co എന്ന് പറയുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് യുവർ ഫോട്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോട്ടോസ് അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനെ ഡിയോട്ടോൺ ആക്കി മാറ്റി തരും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് കളർ ടോണിലോട്ടാണോ ഡിയോട്ടോൺ മാറ്റേണ്ടത് അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റിലായിട്ട് രണ്ട് കളർ ടോണിന്റെ രണ്ട് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് മൗസ് ഓവർ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം. അതുപോലെ താഴെയും വന്നിട്ട് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിങ്ങിന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു കളർ ടോൺ, രണ്ട് കളർ ടോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഡിയോട്ടോണിന്റെ കളർ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിലോട്ടായിട്ട് വന്നിട്ട് സെർച്ച് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺസ്പ്ലാഷിൽ നിന്ന് ആ ഒരു ഡിയോട്ടോണിലേക്ക് ഫോട്ടോസുകൾ അവർ പിക്ക് ചെയ്ത് തന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ ആ നമ്മൾ ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന കളറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കളേഴ്സിൽ ഫോട്ടോസുകൾ കാണാൻ പറ്റുന്നത്, ഡിയോട്ടോണിലുള്ള ഇമേജസുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അൺസ്പ്ലാഷിൽ പോയി എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കമ്പ്യൂട്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഫോട്ടോസുകൾ അൺസ്പ്ലാഷിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് തുടങ്ങും. ലിസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന കളറിനെ ആസ്പദമാക്കിയിട്ട് അത് ഡിയോട്ടോൺ ആക്കി മാറ്റാൻ തുടങ്ങും. കണ്ടോ, ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ ഇങ്ങനെ മാറ്റി രണ്ട് കളറുകൾ നമുക്ക് ഇവിടുന്ന് ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിനാസ്പദമാക്കിയിട്ട് ആ അൺസ്പ്ലാഷിലെ ഫോട്ടോസുകൾ വളരെ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് ഡിയോട്ടോണിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് ലൈറ്റ് ആൻഡ് ടോണൊക്കെ ഈ ലെഫ്റ്റിൽ വന്നിട്ട് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള രണ്ട് ഡിയോട്ടോൺസുകൾ ഇവിടെ നിന്നും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും വളരെ ക്വിക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ കൊണ്ടുവച്ച് ഡിയോട്ടോൺ ആക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഡിയോട്ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൽ മറ്റ് കളറുകളുടെ ടോൺ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നല്ലതുപോലെ ചെയ്യുന്നവർക്ക് ഫോട്ടോഷോപ്പ് ഓക്കെ, കുഴപ്പമില്ല. അതല്ലാത്തവർക്ക്, അതിലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഡിയോട്ടോൺ ഇമേജ് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേതെങ്കിലും ഒരു കളറിന്റെ ടോൺ അതിൽ കയറി വരാനുള്ള സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് അൺസ്പ്ലാഷ് പോലുള്ള സൈറ്റിൽ നിങ്ങൾ ഫോട്ടോ സെർച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്യുവൽ ടോണിലേക്ക് സെറ്റ് ചെയ്ത് ഫോട്ടോസ് ഇവിടുന്ന് നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം. അതിനോടൊപ്പം ഈസി ആയിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡിസൈനേഴ്സിന്, എസ്പെഷ്യലി ഗ്രാഫിക് ഡിസൈനേഴ്സ്, UI ഡിസൈനേഴ്സിനും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഡ്യുവൽ ടോൺ എന്ന് പറയുന്നത്. വളരെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഡിസൈൻസുകൾ, നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡിസൈൻസുകളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇത്തരത്തിലുള്ള ഡ്യുവൽ കളറുകൾ നിങ്ങളുടെ ഡിസൈനിൽ അപ്ലൈ ചെയ്ത് ശീലിക്കുക. നമ്മൾ സ്ഥിരം കാണുന്ന പോലുള്ള സ്ഥിരം കളറുകളും അല്ലെങ്കിൽ സ്ഥിരം ഒരു ഫോട്ടോ, സ്ഥിരം രീതിയിലുള്ള കളർ ഫോട്ടോകളും മാത്രം ഉപയോഗിച്ചുള്ള കളർ പാറ്റേൺസുകളൊക്കെ മാറ്റി നമുക്ക് ഇതുപോലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലെൻഡിങ് കളേഴ്സുകൾ അപ്ലൈ ചെയ്ത് നമ്മളുടെ ഡിസൈൻസുകൾ, ബ്രൗഷേഴ്സുകളും ഒക്കെ ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് വളരെ നല്ലൊരു കോർപ്പറേറ്റ് ഫീലാണ്. അത് നല്ലപോലുള്ള നല്ലൊരു വെറൈറ്റി ഓഫ് ഡിസൈൻസുകൾ മേക്ക് ചെയ്യാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് ഡിസൈനേഴ്സിന് ഡ്യുവോട്ടോൺ ഉപയോഗിച്ച് ഇമേജസുകളെ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ പോർട്ടലാണ്. ഇപ്പോൾ തന്നെ ബുക്ക് മാർക്ക് ചെയ്തുകൊള്ളുക. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.